കേശുവേ കേശു എന്താ ചെയ്യാ എന്താ ചേട്ടൻ എവിടെടാ? ചേട്ടാ ഈ വന്നില്ല. ഞാൻ ജംഗ്ഷനിൽ വിളിച്ചപ്പോ ആ വീട്ടിൽ എത്തിന്ന് പറഞ്ഞില്ലേ? ജംഗ്ഷനിൽ വിളിച്ചപ്പോഴേ ആ വീടെത്തിന്ന് പറഞ്ഞു. ആ ചിലപ്പോ ചേട്ടാ ദിലീപേന്റെ കടയെല്ലാം കയറി കാണും. അതിന് വരട്ടെ, അവിടെ കള്ളത്തിൽ നിർത്തി കൊടുക്കാം ഞാൻ. എന്താ വാലു? നീ കണ്ടോ ഒരു കള്ളനെ തൂക്കെടുത്തിട്ട് മുമ്പായിട്ട് തരാം. ചായ എടുക്കട്ടാ? ആ ഞാൻ വഴി വെച്ച് കുടിച്ചു. അച്ഛാ ആ എന്തുപറ്റി? അച്ഛൻ മുടിഞ്ഞാനടുത്ത് എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ള ജോലി വല്ല ഏൽപ്പിച്ചാ? അതെ മുടിഞ്ഞാനടുത്ത് വല്ല ഉത്തരവാദിത്തമുള്ള ജോലി ഏൽപ്പിച്ചാ? ആ കിഴങ്ങന് എടാ അവൻ ആരെങ്കിലും ഉത്തരവാദിത്ത പണി ഏൽപ്പിക്കോടാ. ഹലോ ഹായ് 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 മാമി. സാർ ഒന്ന് ഓഫീസിൽ നേരത്തെ അറിയോ? ഞാൻ ഒരു 1/2 മണിക്കൂർ മുന്നേ ഇറങ്ങിയതാ. അപ്പൊ ഇന്ന് പകൽ മൊത്തം ഫ്രീ ആയിരുന്നോ? പകല് മൊത്തം ഫ്രീ ആയതെന്തോ അവിടെ മൊത്തം പണിയായിരുന്നില്ലേ? അല്ല ഇന്ന് 3 മണിക്ക് കടവന്തറ ടർഫില്ലേ ഫുട്ബോൾ കളിച്ചതിന്റെ പ്രയാതമാണോ? 3 മണിക്ക് ഫുട്ബോൾ കളിക്കാൻ പോയെന്നാ? വാ എന്റെ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് അങ്ങനെ എന്തോ സാധനം വാക്കി അവന്റെ സ്കൂട്ടറിൽ പോവായിരുന്നു. അപ്പൊ കടവന്തറ ടർഫിന്റെ മുമ്പേ കൂടെ പോയപ്പോ ഇവന്റെ തല കണ്ടിയായി. അപ്പൊ ചേട്ടൻ ഓഫീസിൽ കയറിയില്ലേ? ഡേയ് ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നില്ല. മാച്ചായിരുന്നാ? ചിരിക്കണ്ട, കള്ളത്തിന് ആലോചനയല്ലേ ചിരിക്കണത്. നീ കാര്യം പറ, കാര്യം പറ. അതല്ല ഇതെനിക്ക് എപ്പോഴും കിട്ടാറുള്ളതാ. ഞാൻ ഇന്നാൾ ഇതുപോലെ കളിച്ചപ്പോ എന്റെ ടീം എന്നെ തെറ്റിദ്ധരിച്ച് ബാക്കിൽ നിന്ന് എന്റെ മുടി കണ്ട് വേറെ പിള്ളേർക്ക് അതുപോലെ 2 പേർക്ക് മുടിയുണ്ട്. അവരെ കണ്ടിട്ട് മുടിയനാണ്. അല്ല ഞാനല്ലത്, വേറെ ആൾക്കാർ എത്ര പേര് ഇപ്പൊ റോഡിൽ കൂടി പോകുമ്പോഴും ഒരുപാട് കടയിലുള്ള ആൾക്കാരൊക്കെ പണ്ട് കുളമീര് വാൾഡ്രമാന്നൊരു കളിക്കാരുണ്ട് ഇതുപോലെ തന്നെ. ഇപ്പൊ വയസ്സായ ആൾ എന്തായാലും ഇവിടെ കളിക്കാൻ വഴിയില്ല പറയാൻ. അപ്പൊ നീ തന്നെ അച്ഛൻ ഞാൻ പറഞ്ഞില്ല അച്ഛാ, എന്റെ ഓഫീസിൽ അവര് പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് പോയെന്നാ. അമ്മ ചായ ഇട്ടെ, ഞാൻ പെട്ടെന്ന് വാൾഡ്രമാ ഇവിടെ ഒരു എന്തോന്ന് വെച്ചാ എന്തോന്ന് വെച്ചാ കാണിക്കണം. അച്ഛാ എന്റെ ബാഗ് അച്ഛാ, എന്റെ ബാഗ് അച്ഛാ, ബാഗ് ഒന്ന് വെച്ചാ ഇതെന്തോടാ ഇതെന്തോടാ ഇത് മറ്റേ ഇതെന്തോടാ ഇതെന്തോടാ ഇതെന്താടാ? എടാ നീ 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 എന്താണ് ഇത്? നീ ഓഫീസിൽ എന്താണ് കൊണ്ടുപോകണത്? നീ എന്താ ഫയലിന് വരെ എന്താണ് കൊണ്ടുപോകണത്? നിക്കറ ഷർട്ടുമാണ് കൊണ്ടുപോകണത് നീ തന്നെടാ? തന്നെ ശരിയാണല്ലോ. ഇതെങ്ങനെ ബാഗിൽ വന്ന് നീ അടിക്കലമ്മ. അതിന് ആരടിക്കണം നിന്നെ? പിന്നെ കള്ളം പറയാനാടാ നീ? പോത്തുപോലെ അല്ലടാ നീ. നീ പോയെങ്കിൽ പോയെന്ന് പറഞ്ഞ പോരെ? അപ്പൊ ജോലി മതിയാക്കിയാ? ഓ അവര് വെളിരാജ്യത്തെ വലിയ ക്ലബ്ബില്ലേ അവരെ കളിക്കാൻ വിളിച്ചേക്കണ്. ഇനിയിപ്പോ കോടികൾ കിട്ടുമല്ലോ, നമ്മൾ തിരിഞ്ഞു പോയി നോക്കണ്ട, നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഇല്ലടാ സത്യം പറയണ, നീ പോയെങ്കിൽ പോയെന്ന് പറഞ്ഞൂടെ നിനക്ക്? സത്യം പറയാം, പക്ഷെ ഇതിന്റെ പേരിൽ ടർഫിൽ പോയി കളിക്കാനൊന്നും പാടില്ല എന്ന് പറയരുത്. ഇല്ല പറയൂല, ചേട്ടൻ ധൈര്യമായിട്ട് പറ. ചേട്ടൻ ധൈര്യമായിട്ട് പറയാനാ? രണ്ടിനെ വിലക്കളയും, നിന്നെ വിലക്കും ഞാനെ വിലക്കും. പിന്നെ ജീവിതത്തിൽ നീ ഫുട്ബോൾ കണ്ടുകൊണ്ട് കാണൂല. സത്യം പറയണ, നീ ഇന്ന് ഓഫീസിൽ പോയാ? അമ്മ ഞാൻ സത്യമായിട്ട് ഓഫീസിൽ പോയത്. പക്ഷെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോ അമല് കളിക്കാൻ വിളിച്ച്. ഞാനല്ലേ ടീം ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ഇല്ലാണ്ട് അവരെന്ത് ചെയ്യാനാ? ഈ ക്യാപ്റ്റൻ ആണെന്ന് ഞങ്ങൾക്ക് അറിയാം, അത് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. അമ്മ ഒരു ടീമിന്റെ ബലം ലീഡ് ചെയ്യണ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ അവരെങ്ങനെ ഫോർവേഡ് പോവും? ലാസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ സമ്മതിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ പോയി കളിച്ച. ഇനി ഞാൻ ഒരിക്കലും പണി മുടക്കിയിട്ട് ഇങ്ങനെ കളിക്കാനൊന്നും പോയില്ല സത്യമായിട്ട്. ഓക്കെ, ഞാനിത് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിന്റെ എടുത്തിരിക്കുന്നു. വയ്ക്കോ. താങ്ക് യു. നിക്കേ കളി ജയിച്ചാ എത്ര ഗോൾ കിട്ടി? 3-0. എങ്ങനെ തോക്കാതിരിക്കും? ചേട്ടനല്ലേ ക്യാപ്റ്റൻ. ചേട്ടാ നാളത്തെ മാച്ചിന് നീ ഉണ്ടേ കളിക്കാൻ ആള് വേണോ? കളിക്കാൻ ആള് വേണോ? തൽക്കാലത്തേക്ക് വേണ്ട. പഴയ കളിക്കാരനാണ് നീലുവായി പറഞ്ഞോട്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. മെഷീൻ വർക്കിങ്ങിലാണ്. നീ ഭയങ്കര ലാഗാണ്. ഇങ്ങനെയല്ല, ഒന്ന് ചാടി ചാടി വെക്ക്. അതെ, രാത്രി വരെ കളിച്ചോണ്ട് നിൽക്കരുത്, പെട്ടെന്ന് ഇവിടെ എത്തിക്കോണം. അയ്യോ, ഉള്ളി 60 മീൻസ് 60 മിനിറ്റ് കളിയാണത്. പിന്നെ ഇന്ന് വാശിയേറിയ കളിയാണല്ലടാ. ബെറ്റ് വെച്ചിട്ടുള്ള കളിയാമ്മ. 1000 രൂപ അമലിന്റെ ടീമിനെതിരുള്ള. ഒന്നുമില്ല, 1000 രൂപ നമ്മളെ ടീമിന് തന്നെ. സംഭവം ഈ കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷെ ഓവർ കോൺഫിഡൻസ് അല്ലല്ല. എന്റെ കളിയൊക്കെ ടീമിന് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് തിന്നണ പോലെ അല്ല ഒറ്റയ്ക്ക് കൊണ്ട് ഗോൾ അടിക്കണ പരിപാടി. കേട്ടല്ല, മര്യാദയ്ക്ക് പാസ് ചെയ്ത് കളിക്കണം. അറിയാലോ, ഞാൻ റൈറ്റ് വിങ് ഫോർവേഡിലുണ്ടാവും, പാസ് ചെയ്യണം. ഇവൻ അത്ര അടിപൊളിയായിട്ട് ഫുട്ബോൾ ഒക്കെ കളിക്കൂ. പിന്നെ അല്ല, അതുകൊണ്ടല്ലേ അവരുടെ ടീമിൽ ചേർത്തത്.
ഇപ്പം ഞാൻ അവരുടെ ടീമിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മെമ്പറാണ്. ക്യാപ്റ്റൻ ഞാൻ വിചാരിച്ച എടുത്ത് കളയും കേട്ടാ. ഒരുപാട് ഷോ കാണിക്കല്ലേ. ചേട്ടാ 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 അങ്ങനത്തെ കടുത്ത തീരുമാനം എടുക്കല്ലേ. ഞാൻ എപ്പോഴും ചേട്ടന്റെ നേരായിട്ട് കൂടെ ഉണ്ടാവും. ആടേ ഓക്കെ വാ ഇങ്ങോട്ട് കളിക്കാൻ പോടാ. എന്തോ കളിക്കാവോ? എടാ ഈ പഴയ കളിക്കാരെ കളിയാക്കല്ലേട്ടാ. നീ ആദ്യം കളിക്കാൻ വരാന്ന് പറയുമ്പോ നീ സമ്മതിച്ചില്ലല്ലോ. ഇപ്പൊ എന്തായി? ടീമിൽ ആരായി? നീ ഇപ്പം റൈറ്റ് വിങ് ഫോർവേഡ് ലെഫ്റ്റ് വിങ് ഫോർവേഡ് അല്ലടാ അല്ലേ? ലെഫ്റ്റ് വിങ് ഫോർവേഡ് എന്ന് വെച്ചാ എൻ്റെ ലച്ചു ബാലു കളി അറിഞ്ഞ് കളിക്കുന്നവനാണ്, കളിക്കളം അറിഞ്ഞ് കളിക്കുന്നവനാണ്. മക്കളെ, എല്ലാ വിഷയത്തിൽ നിന്നും പൊട്ടും പൊടിയും ചേരണ്ടിയെടുത്ത് കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. പെട്ടുപോകരുത് നിങ്ങൾ. കൊണ്ടുപോയാ തോറ്റു തുന്നം പടി വരേണ്ടി വരും. മക്കളെ എവള് പറഞ്ഞ് വിശ്വസിക്കല്ലേ. എവള് ലാസ്റ്റ് ലെവലിൽ പോലും ഇല്ല. അവള് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിലും ഏറ്റവും താഴെയാണ് അവള്. ഡേ നിന്റെ അനിയൻ കളിച്ചോളാം, കളിച്ച് കയറിയില്ല ഡേ. നിനക്കൊരു പേരായില്ലേ? അപ്പൊ നിന്റെ അച്ഛൻ കൂടെ നന്നായിട്ട് കളിച്ചാലാ നിനക്കൊരു പേരാവൂല ഡേ. അത് ശരിയാണ് കേട്ടോ. കൊണ്ടുപോയി എവിടെ പോയാലും ഗോൾ അടിക്കുന്ന ആളല്ലേ. നോക്കളെ കൊണ്ടുപോടാ, കൊണ്ടുപോടാ, എന്നെ കൊണ്ടുപോ. നന്നായിട്ട് കളിക്കാടെ. എനിക്ക് ഓടാൻ വയ്യ. പണ്ട് ഈ അനുസര ക്ലബ്ബിലെ നേരെ അനുസര ക്ലബ്ബിൽ കളിക്കാൻ നേരത്തെ ഇടയ്ക്ക് ഈ കാല് വയ്യാതാവും. അപ്പോഴൊക്കെ ഞാൻ ഗോളിയായിട്ട് കയറി നിൽക്കും. നിങ്ങളെ വേറെ ഒന്നും പറയാനില്ല. സൂപ്പർ ഗോളിയാണ്. ഒരൊറ്റ അടി പോലും പാഴാക്കൂല. അവരുടെ എടാ ഞാൻ അവരെ ഒരു അടി പോലും ഞാൻ പാഴാക്കൂല. ഒന്ന് സേവ് ചെയ്യുമെന്ന്. ശരി കൊണ്ടുപോവാ. പക്ഷെ ഫസ്റ്റ് തന്നെ കളത്തിലിറക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതൊക്കെ ഞാൻ അവന്മാർ നിന്നെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേടേ. അപ്പൊ ഞാൻ അവന്മാരെ കയ്യിലെടുക്കാം. എന്നാൽ നിന്റെ അത്ര ഉള്ള മണ്ടന്മാരല്ലല്ലോ അവന്മാര്. അല്ല അല്ല വേണ്ട അച്ഛൻ വരണ്ട. ഇപ്പൊ തന്നെ കൊണ്ടുപോ. എന്നാ വാ. ഓക്കെ കൊണ്ടുവന്നല്ലോ അമ്മ പോയിട്ടാ. അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കിയോ. ഓൾ ദി ബെസ്റ്റ്. കൂടെ കളിക്കണമാർക്ക് വല്ല ഇഞ്ചുറി വല്ലതും വന്നാൽ പിന്നെ എന്നെ വല്ലതും പറയരുത്. ഞാൻ കറക്റ്റ് ഞാൻ അച്ഛൻ ഇപ്പോഴേ തള്ളി തുടങ്ങണ്ട. ഇങ്ങോട്ട് വാ, പോവാ, ലേറ്റ് ആയി. വാ എടാ വണ്ടി വേണ്ടടാ, കൂടെ തള്ളാൻ ആളുണ്ട്. കൊണ്ടുവന്നല്ലോ. ആ ഓക്കെ ബാലു, ഓൾ ദി ബെസ്റ്റ്. അമ്മ നമ്മ ഈ സമയത്ത് പുല്ല് നനക്കണേ. വേണ്ടില്ലേ? എന്തൊരു ചൂടാണ്. എല്ലാതേ കരിഞ്ഞു തുടങ്ങി. ഇപ്പൊ നമ്മള് ഹൗസ് ഓണർ വെച്ചതാണെങ്കിലും അവര് കുറെ പൈസ മുടക്കി വെച്ചതല്ലേ, നമ്മള് നനച്ചു കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ ടീം വിജയശ്രീ ലാളിതനായിട്ട് വന്നിട്ടുണ്ടല്ലോ. എന്താന്ന് എന്താന്ന്? അല്ല നമ്മുടെ ടീമേ വിജയശ്രീ ലാളിതനായിട്ട് വന്നിട്ടുണ്ടല്ലോ. വിജയശ്രീ ലാളിതർ ഞങ്ങളുടെ ഗോളി ആരാന്നറിയൂ? ആരാ? ഞങ്ങളുടെ അച്ഛനല്ലേ, പിന്നെ വിജയിക്കായിരിക്കൂ. അല്ല പിന്നെ ഹിയർ കംസ് ദ ഗോളി. ബാലേ എന്തെന്ന് വലിയ അത്ഭുതം ഒന്നും പെടണ്ട. സ്ഥിരം ഉള്ളതല്ലേ. എടി ഗോളി എങ്ങനെയാണോ ചോരടി? ഗോളി പൊളിച്ചല്ലമ്മ, അച്ഛനല്ലേ ഗോളി. ഞങ്ങളൊരു ഗോള് അടിച്ച് ലാസ്റ്റ് കളി തീരാനാവുമ്പോ അവന്മാര് നമുക്കിതിരെ പെനാൽറ്റി ആയിട്ട് അത് സേവ് ചെയ്ത് നമ്മ ജയിച്ചു. ഓ ചാടി വീണ് സേവ് ചെയ്തപ്പോഴത്തേക്കും മുഖം തറയിലടിച്ച് അല്ലേ? അല്ല, പെനാൽറ്റി അടിച്ചില്ലേ, ആ ബോള് നേരെ ഒന്ന് മുഖത്തടിച്ച്. കൈ കൊണ്ട് തടുത്തോണ്ടായിരുന്നോ? കൈ കൊണ്ട് തടുത്തില്ല, മോൻ കൊണ്ട് തടുത്തു. ഒരു വെറൈറ്റിക്ക് വേണ്ടി. ഓ എങ്ങനെയാണെങ്കിലും 4 കാലേ വീഴും. ആ ഗോളി ആയതാ ഇങ്ങനെ വേണം. അതുകൊണ്ട് ഇനി അച്ഛൻ തന്നെ നമ്മുടെ ഗോളി. കുട്ടം പുള്ളര